വിടർന്ന കണ്ണുകളോടെ രാധികയെ നോക്കിയിരിക്കുന്ന നിവിയുടെ ആ വലിയ കണ്ണുകൾ മെല്ലെ നിറഞ്ഞു വന്നു. എന്തേ, എന്തിനാ എൻ്റെ കുഞ്ഞിന് ഇപ്പൊ സങ്കടം? ഒത്തിരി കൂടുതൽ ഉറങ്ങിപ്പോയത് കൊണ്ടല്ലേ മോളോട് ഞാൻ താമസിച്ചത്? അതൊക്കെ ആൻറ്റിക്ക് മനസ്സിലാക്കും. ഇന്നാണെങ്കിൽ ആർക്കും ഒരിടത്തും പോവുകയും വേണ്ടല്ലോ. അവളുടെ കവളിൽ തലോടി ചോദിച്ചുകൊണ്ട് തന്നെ അവളൊരു പ്ലേറ്റ് എടുത്ത് പുട്ടും കടലക്കറിയും വിളമ്പി കുഴച്ചുരുട്ടി അവൾക്ക് നേരെ നീട്ടി. അത് വാ തുറന്ന് സ്വീകരിക്കുമ്പോൾ നിവിയുടെ കണ്ണിൽ നിന്നും നീര് ഇറ്റു വീണിരുന്നു. കരയാതെ മര്യാദയ്ക്ക് കഴിച്ച നിവി, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നല്ല പിട കിട്ടുവേ. നെഞ്ചിൽ നിറങ്ങി അവളോടുള്ള സ്നേഹം നിറഞ്ഞു തുളുമ്പിക്കൊണ്ടാണ് രാധിക പറഞ്ഞത്. ആൻറ്റി, എന്നെ ഒന്നും ചെയ്യൂല, വെറുതെ പേടിപ്പിക്കുന്നതാണെന്ന് എനിക്കറിയാലോ. എന്നെ കുറേ ഇഷ്ടമുണ്ടെന്നൊക്കെ എനിക്കിപ്പം മനസ്സിലായി. നിവി കണ്ണൊക്കെ പുറം കൈ കൊണ്ട് തുടച്ച് പുട്ടുകവളിൽ ഒതുക്കി വെച്ചുകൊണ്ട് ചെറു ചിരിയോടെ പറഞ്ഞു. അവൾ പറഞ്ഞത് സത്യമാണെന്നും രാധിക ഓർത്തു. ഒരുപാട് സ്നേഹമാണ് എനിക്ക് ഈ ചെറിയ പെൺകുട്ടിയോട്. ഒരു പക്ഷേ നൊന്തുപറ്റ മക്കളോട് ഉള്ളതിലും കൂടുതൽ. കൈവിട്ടുപോയ മകന്റെ ജീവിതം ഓർത്തൊരുക്കി ജീവിച്ച തനിക്ക് അവന്റെ ജീവിതം തിരികെ പിടിച്ച് ഒരു താളത്തിൽ കൊണ്ടുവന്നവളെ, ജീവിതം നഷ്ടമായി ഒരു കുഞ്ഞിനെയും കൊണ്ട് തിരികെ വന്ന മകളെ ഒരു കൂടപ്പുറപ്പിനെ പോലെ ചേർത്ത് പിടിച്ചവളെ എങ്ങനെ ഞാൻ സ്നേഹിക്കാതിരിക്കും? നേരത്തെ ചിരിയുണ്ടായിരുന്നു ഇതൊക്കെ ഓർക്കുമ്പോൾ രാധികയുടെ ചുണ്ടിൽ. അയ്യോ, ജിത്തുവേട്ടനെ കഴിക്കാൻ വിളിച്ചില്ല ആൻറ്റി, ഞാൻ വാരിയിരുന്നത് കഴിച്ചിറക്കിക്കൊണ്ട് നിവി പറഞ്ഞു. മക്കളിത് കഴിക്കും, അവൻ പിന്നീട് കഴിച്ചോളും. ഇടത് കൈ കൊണ്ട് അവളെ തലയിൽ മെല്ലെ തലോടിക്കൊണ്ട് രാധിക പറഞ്ഞു. അയ്യേ, അമ്മ നോക്കിയേ, അമ്മായിക്ക് അമ്മമ്മ വാരി കൊടുക്കുന്നു. ആ കാഴ്ച കണ്ടുകൊണ്ട് വന്ന വേദ വാ പൊത്തി ചിരിച്ചുകൊണ്ട് അടുക്കളയ്ക്ക് പിന്നിലെ മുറ്റത്തു നിന്നും കയറി വരികയായിരുന്ന ആര്യോട് പറഞ്ഞു. അതെന്താടി വേണേ ഇത്ര ചിരിക്കാൻ? ഇതേ എനിക്ക് ആകെയുള്ളൊരു മരുമോളാണ്, എൻ്റെ ആഫിക്കുട്ടൻ്റെ പെണ്ണ്. ഇവളെ എനിക്കൊപ്പം എന്നും ഉണ്ടാകൂ. നിവി കഴിച്ചു കഴിഞ്ഞതും ആ പാത്രം സിങ്കിലേക്ക് ഇട്ടിട്ട് അവൾക്ക് കുടിക്കാൻ വെള്ളവും എടുത്തു കൊടുക്കുമ്പോൾ കളിയൊക്കെ ചിരിക്കുന്ന വേദുവിനെ നോക്കി കണ്ണോട്ടിക്കൊണ്ട് പറഞ്ഞു അവർ. എനിക്കും ഇതുപോലെ വാരി തരുമോ അമ്മമ്മേ? ഞാനും ആകെയുള്ളൊരു കൊച്ചുമോളല്ലേ? കുസൃതി ചീറ്റിയോടെ ചോദിച്ചു വേദു. പിന്നെ തരാതെ എൻ്റെ കുഞ്ഞിങ്ങ് വായോ. അവൾ ആ കുസൃതിയും കുറുമ്പും നിറഞ്ഞ ചിരിയിലേക്ക് നോക്കി വാത്സല്യത്തോടെ രാധിക പറഞ്ഞു. ചിരിയും ബഹളവും കേട്ട് അങ്ങോട്ട് വന്ന അബി ആ സ്നേഹം നിറഞ്ഞ വർത്തമാനമൊക്കെ കേട്ടും കണ്ടും ആസ്വദിച്ച എല്ലാവരെയും സ്നേഹത്തോടെ നോക്കിയിരിക്കുന്നവളെ കടലോളം സ്നേഹം കണ്ണിൽ നിറച്ച് നോക്കി നിന്ന് പോയി ഒരു നിമിഷം. ഞാൻ എങ്ങോട്ട് പോകണമെന്നാണ് പ്രവി നീ പറയുന്നത്? എനിക്ക് പോകാൻ ഒരിടവുമില്ലെന്ന് നിനക്കറിയില്ലേ? ഇനി നീ എവിടെയാണോ അവിടെയാണ് ഞാനും. പ്രവീണിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞോട്ട് വൈഷ്ണവി പറഞ്ഞു. എന്തേത് മാർഗേ? പിന്നെ എനിക്കിപ്പം വരുന്നത് നടക്കില്ല വൈഷു. നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. അവളെ തന്നെ ദേഹത്തു നിന്നും പിടിച്ചു മാറ്റിക്കൊണ്ട് ഇഷ്ടക്കാരുടെ പ്രവീൺ പറഞ്ഞു. നിനക്കിത് എന്തു പറ്റി പ്രവി? ഒന്നും തൊടാൻ പാടില്ല, അടുത്തു വരാൻ പാടില്ല, അപ്പൊ തട്ടി മാറ്റും. അതുപോലെ ഞാനിപ്പോൾ കൂടെ വരാനും പാടില്ല പോലും. എന്തേ, വയനാട്ടിൽ പോകുമ്പോൾ കൂടെ വരാൻ മറ്റാരെങ്കിലും ഉണ്ടോ? അവന്റെ അവഗണനയിൽ കലിക്കേറിയ വൈഷ്ണവി അവനെ തുറച്ചു നോക്കിക്കൊണ്ട് തിരക്കി. എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരടി? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. മര്യാദയ്ക്കാണെങ്കിൽ ഞാൻ കുറച്ച് കാശ് തരും, അതുകൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചോ. അല്ലാതെ എൻ്റെ പിന്നാലെ നടക്കാനാണെങ്കിൽ തീർത്ത് കളയുന്നിനെ. അറിയാലോ നിനക്ക് എന്നെ ശരിക്കും. വൈഷ്ണവിയുടെ കഴുത്തിൽ കുത്തി പിടിച്ചുകൊണ്ട് മുരണ്ട് പ്രവീൺ. എടാ എന്തേത്, അവളെ വിട്. ചത്തെങ്ങാനും പോയാൽ ശിഷ്ടകാലം ജയിലിൽ കിടക്കാം. കൊലപാതക കേസിൽ ജയിലിൽ കിടക്കുന്ന അച്ഛൻ്റെ മകളെന്ന പേര് കൂടെ ആ പെങ്കുച്ചിന് ഉണ്ടാക്കി കൊടുക്കുമോ നീ? ബഹളം കേട്ടുവന്ന മുരളി ബലമായി പ്രവീണിനെ പിടിച്ചു മാറ്റിക്കൊണ്ട് തിരക്കി. ഇല്ലടാ ഇല്ല, ഇനി എൻ്റെ മോൾക്ക് ഞാൻ കാണും ഒരു ചീത്തപ്പേര് കൂടെ അറിഞ്ഞുകൊണ്ട് ഞാൻ ഉണ്ടാക്കില്ല. ഈ നാട്ടിൽ നിന്ന് പോലും ഞാൻ പോകുന്നത് അതുകൊണ്ടാണ്. എനിക്കിനി ആരും കൂടെ വേണ്ട. ചെയ്തതെല്ലാം തെറ്റായിപ്പോയിരുന്നു. ആ തെറ്റിലേക്ക് ഇനി ഒരു മടക്കമില്ല എനിക്ക്. കഴുത്തിൽ തടവിക്കണ ശ്വാസം മാഞ്ഞു വലിച്ചുകൊണ്ട് തന്നെ തുറച്ചു നോക്കുന്ന വൈഷ്ണവിയെ കൂടെ നോക്കിക്കൊണ്ടാണ് പ്രവീൺ അത് പറഞ്ഞത്. അങ്ങനെ ഒരു ഉറച്ച തീരുമാനം നീ എടുത്തെങ്കിൽ അതിൽ നീ ഉറച്ചു നിൽക്കുമെങ്കിൽ ഞാൻ ആരോട് സംസാരിക്കട്ടെ? മുരളി അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരക്കി. വേണ്ട വേണ്ട മുരളി. ആര്യ, അവൾ അവൾ ഒരുപാട് സഹിച്ചും ക്ഷമിച്ചും എനിക്കൊപ്പം പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ടുണ്ടടാ. കഴിഞ്ഞ 6 വർഷത്തിലേറെ എന്നിൽ നിന്നും ഒരുപാട് അകലെയാണ് അവൾ. എന്നിട്ടും അവൾ എന്നെ വെറുത്തിരുന്നില്ല. എന്നിതേ ഇവൾക്കൊപ്പം ആ വീട്ടിലെ ഇവളുടെ ബെഡ്റൂമിൽ ഒരു ഭാര്യയും കാണാൻ ആഗ്രഹിക്കാത്ത സഹിക്കാത്ത കാഴ്ച അവൾ കണ്ടോ? അന്ന് എന്നെ വെറുത്തതാണ് അവൾ. പിന്നീട് ഇന്നോളം എന്നെ നോക്കുന്ന ആ കണ്ണുകളിൽ വെറുപ്പ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അന്ന് അതൊന്നും എനിക്കൊരു വിഷയമേ ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം, എപ്പോഴെങ്കിലും എൻ്റെ തെറ്റൊന്നും മനസ്സിലാക്കി അവളോടൊന്ന് തുറന്ന് സംസാരിക്കാമായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പോൾ ഇത്രയും നാണം കെട്ടുപോയി എൻ്റെ ജീവിതത്തിലെ കാര്യം വേണ്ട. അവൾക്കും മോൾക്കും ഇനിയെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ. ഇനി എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഒരിക്കലും അവൾക്ക് മുന്നിൽ ചെന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല മുരളി. അതിനുള്ള അർഹതയും എനിക്കില്ല.
ബെഡിൽ ചാഞ്ഞിരുന്നുകൊണ്ട് നിറഞ്ഞ ചുവന്ന കണ്ണുകളുടെ പറഞ്ഞു പ്രവീൺ. അപ്പോ നിന്റെ മോളോ? ആ കുഞ്ഞിനെയും നിനക്ക് വേണ്ടേ? ആ കുഞ്ഞിന് വേണ്ടിയെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ചൂടെ പ്രവി? കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആര്യ മറ്റൊരു വിവാഹം കഴിച്ചേക്കും. അന്ന് നിന്റെ മോളുടെ അവസ്ഥ എന്താകുമെന്ന് ഒന്ന് ചിന്തിക്കേ. ഈ അപ്പനും അമ്മയും ഇല്ലാത്ത ജീവിതം അതെന്താണെന്ന് നല്ലോണം അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ. പ്രവീണിന്റെ അടുത്തിരുന്ന് അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി വല്ലായ്മയുടെ പറഞ്ഞു മുരളി. എന്റെ മോളെ വിട്ട് ആര്യ വേറെ വിവാഹം കഴിക്കും എന്നൊരു പേടി എനിക്കില്ല മുരളി. എന്തെങ്കിലും അവൾ മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കുമെങ്കിൽ അത് അവൾക്ക് എന്റെ വേദുവിന് വേണ്ടിയാകും. കണ്ണുകൾ അടച്ചിരുന്ന് പറയുമ്പോൾ അവനുള്ളിൽ ചെയ്തു പോയ തെറ്റുകളിലെ പാപഭാരം ഏറാൻ തുടങ്ങിയിരുന്നു. എടാ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. പ്രവീണിന്റെ ഇരിപ്പ് കാണാൻ സങ്കടത്തിൽ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുരളി പറഞ്ഞു. ഓ സങ്കടം? ഇവനെപ്പോലെയുള്ളവർക്ക് എന്ത് സങ്കടം? ഇവന് ഇത്രയും പുകഴ്ത്തി പറഞ്ഞ ഭാര്യയും മോളും ഒക്കെ ഉള്ളപ്പോൾ തന്നെയല്ലേ ജോലി സ്ഥലത്ത് ആ മേഴ്സിക്കൊപ്പം ഇവിടെ എനിക്കൊപ്പം ഇവൻ കൂത്താടിയത്. അതുപോലെ ആരെങ്കിലും ഇവന്റെ ആ ദേവത ആരൊക്കെയുണ്ടാകും? നിർത്തടി. അതുവരെ എല്ലാം കേട്ട് മിണ്ടാതിരുന്ന വൈഷ്ണവി പറഞ്ഞു തീരും മുൻപ് താടിയിൽ കൈ എത്തിച്ച് ആഞ്ഞ് തട്ടിക്കൊണ്ട് മുഴുത്ത ചീത്ത വിളിച്ചു പ്രവീൺ. ആ തട്ടിൽ ചുണ്ടുമുറിഞ്ഞ് വായ്ക്കുള്ളിൽ നിന്നും ചോരച്ചുവപ്പ അവൾക്ക്. നീ എന്നെ കുറെ ഉപദ്രവിക്കുന്നുണ്ട് പ്രവീൺ. അത് നിന്റെ നല്ലതിനല്ല. അവളും മാത്രം ഭയങ്കര പുണ്യാളത്തി, ബാക്കിയുള്ളവരൊക്കെ പിഴകളും. ഇന്നു മുതലാണ് അവൾ നിന്നോടല്ലടി പറഞ്ഞത് നിർത്താൻ. ചാടി എന്നിട്ട് പ്രവീണിന്റെ മുഖത്ത് ദേഷ്യം കാണാൻ വൈഷ്ണവി പറഞ്ഞു വന്നത് പൂർത്തിയാക്കാതെ ഭയത്തോടെ പിന്നിലേക്ക് നീങ്ങിപ്പോയി. തമ്മിത്തല്ലാൻ തയ്യാറായി നിൽക്കുന്ന രണ്ടിനെയും നോക്കി ഒരു നിമിഷം തലയിൽ കൈവച്ച് നിന്നുപോയി മുരളി. രണ്ടും കൂടെ ഇവിടെ കിടന്ന് തല്ലിച്ചാവാൻ നിൽക്കരുത്. അതിന് മറ്റെവിടെയെങ്കിലും പോയിക്കോളാം. അതുപോലെ വൈഷ്ണവിക്ക് ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഒരു സ്ത്രീ എന്ന നിലയിൽ ഇന്ന് ഒരു ദിവസം കൂടെ ഇവിടെ നിൽക്കാം. നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങണം. രണ്ടാളെയും മാറി മാറി നോക്കി കടുത്ത ശോഭത്തോടെ മുരളി പറഞ്ഞു. ഞാനിനി എവിടെ പോകാൻ? എനിക്ക് പോകാൻ ഇനി ഒരിടവുമില്ല. അമ്മാവന്റെ വീട്ടിലാണ്. അവിടേക്ക് ഇനി എനിക്ക് പോകാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയാം. എന്നിട്ടും എന്നോട് ഇങ്ങനെ പെരുമാറരുത്. പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണ് തുടച്ച് നിലത്തേക്കിരുന്നു വൈഷ്ണവി. നിനക്ക് തിരികെ പോകാൻ ഇടമില്ലെന്ന് അറിയുന്നത് കൊണ്ടും അതിന് ഞാനും കൂടെ കാണുമാണല്ലോ എന്നോർത്തുകൊണ്ടുമാണ് ഞാൻ നേരത്തെ മര്യാദയ്ക്ക് നിന്നോട് പറഞ്ഞത്. പല്ല് കടിച്ച് പിടിച്ച് ദേഷ്യം മടക്കിക്കൊണ്ട് പ്രവീൺ പറഞ്ഞു. നീ എന്തു പറഞ്ഞു? കുറച്ച് പൈസ തരാം. ഞാൻ എങ്ങോട്ടെങ്കിലും പോകാൻ. പുറത്ത് നേരച്ചുവേ മുഖം കാണിക്കാൻ പോലും ആവാത്ത ഞാൻ എവിടെ പോകുമെന്ന് കൂടെ നീ പറഞ്ഞതാ. അന്ന് വരുന്നില്ലെന്ന് പറഞ്ഞ എന്നെ നീയാണ് നിർബന്ധിച്ച് വിളിച്ചു വരുത്തിയത്. അതുകൊണ്ടാണ് ഇന്ന് ഈ അവസ്ഥയിൽ ഞാനിങ്ങനെ നിൽക്കേണ്ടി വന്നത്. നിറഞ്ഞു വന്ന് കണ്ണുകൾ തുടച്ചുകൊണ്ട് വൈഷ്ണവി പറയേ എന്തു മറുപടി പറയണമെന്നറിയാതെ തലയ്ക്കും കൈയും കൊടുത്തിരുന്നു പ്രവീൺ. അവന്റെ അയിരിപ്പ് കണേ തനിക്കതിലൊന്നും ചെയ്യാനില്ല എന്ന പോലെ മുരളിയും. അമ്മ, നിവി എവിടെ? തുണി കഴുകിയിട്ട് കയറി വന്ന 5 തിരക്കി. കൊച്ചിനൊരു തലവേദന. ഞാൻ പറഞ്ഞു ബാം പുരട്ടി കുറച്ചു നേരം കിടക്കാൻ. പാത്രങ്ങൾ കഴുകി ഒതുക്കി വെക്കിനിടയിൽ രാധിക പറഞ്ഞു. അയ്യോ, പെട്ടെന്നത് തലവേദന. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ഇട്ടിരുന്ന ടോപ്പിൽ തന്നെ കൈയും തുടച്ചുകൊണ്ട് അഞ്ചു പറഞ്ഞു. നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അത് ഇത്തിരി നേരം സ്വസ്ഥമായി കിടന്നോട്ടെ. അതുമല്ല, അവളെ നോക്കാൻ അഭിയുണ്ട് ഇവിടെ. അവൻ നോക്കിക്കോളും. നീ ചെന്ന് കുളിച്ചിട്ട് വാ. അഭി മുറിയിൽ കയറി പോകുന്നത് കണ്ടതുകൊണ്ട് തന്നെ രാധിക അഞ്ജുനെ അങ്ങോട്ട് വിടാതെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഓ ഈ അമ്മ, ഞാൻ അവളെ ഒന്ന് പോയി കാണുന്നത് കൊണ്ടിപ്പോ എന്താ പ്രശ്നം? അവളെ അമ്മയുടെ മരുമോളാകും മുൻപ് തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ്. ഞാൻ ഒരാളുള്ളത് കൊണ്ടാണ് അവളെ അമ്മയ്ക്കും ചേട്ടനും കിട്ടിയത്. അത് മറക്കരുത് കേട്ടോ. അതിന് നന്ദി വേണം. ഒരിടത്തും ഇല്ലാത്തൊരു മരുമോള സ്നേഹം. അല്ല പിന്നെ. രാധികയെ നോക്കി ചുണ്ടും കണ്ണുമൊക്കെ കൂർപ്പിച്ചു വെച്ച് പറഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞ് അവളുടെ മുറിയിലേക്ക് ഒറ്റ പോക്കായിരുന്നു അഞ്ജു. ഡി ഓടി എന്നാണ് മുറിയിലേക്ക് കയറി വാതിൽ അടച്ചവളെ പിന്നിൽ നിന്ന് വിളിച്ചു രാധിക. എന്താമ്മേ, എന്തിനാ അവളെ വഴക്കു പറയുന്നത്? അഞ്ജുവിന്റെ ഓട്ടവും അമ്മയുടെ വിളിയും കേട്ട് അങ്ങോട്ട് വന്ന് ആര്യ തിരക്കി. നിന്റെ അനീത്തര വർത്തമാനം കേട്ട് വിളിച്ചു പോയതാണ്. അവൾ പറഞ്ഞു തോർത്ത് ചിരി വന്ന രാധിക താടിക്ക് കൈ കൊടുത്ത് നിന്നുകൊണ്ട് നേർത്തൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അമ്മ ചിരിക്കാനും മാത്രം അവൾ എന്താ പറഞ്ഞേ? അവളുടെ മുഖത്ത് തെളിഞ്ഞ ചിരി കാണി നേർത്തൊരു സന്തോഷത്തോടെ ആര്യ തിരക്കി. അത് നിറഞ്ഞ ചിരിയോടെയാണ് അവർ അഞ്ജു പറഞ്ഞതൊക്കെ ആരോട് പറഞ്ഞത്? അഞ്ജു പറഞ്ഞത് ശരിയല്ലേ അമ്മേ? പറഞ്ഞിട്ട് അടുക്കളപ്പുറത്ത് തിണ്ണയിലേക്ക് ഇറങ്ങി വരുന്ന രാധികയുടെ അടുത്തേക്ക് ചെന്നിരുന്നു ആര്യ. വേദു എവിടെ മോളെ? രാധിക പിന്നിലേക്ക് അവൾ വരുന്നുണ്ട് എന്ന് നോക്കിക്കൊണ്ട് ആര്യോട് തിരക്കി. അവൾ ഇന്നിവിടെ ഏടനോട് സംസാരിക്കുന്നു. കുറച്ചു നേരമായി എൻ്റെ ഫോണും കൊണ്ട് ഇരിപ്പ് തുടങ്ങിയിട്ട് പറഞ്ഞിട്ട് അവിടെ മടിയിലേക്ക് ചാഞ്ഞു കിടന്നു ആര്യ. അഞ്ജുനും നിവിക്കുമൊപ്പം പഠിക്കാൻ തുടങ്ങിയിട്ട് എങ്ങനെ പറ്റുന്നുണ്ടോ മോളെ? അവർക്കൊപ്പം രാത്രിയിൽ പഠിക്കാൻ ആര്യയോട് കൂടുന്ന തോർത്ത് അവളുടെ നീണ്ട ഇടത്തോർന്ന തലമുടിയിൽ തലോടിക്കൊണ്ട് അവർ ചോദിച്ചു. കുഴപ്പമില്ലമ്മ, അവർക്കൊപ്പം എത്തുന്നില്ല എന്നേയുള്ളൂ. പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ
തിരക്കില്ലാത്തപ്പോൾ ഞാൻ ഷോപ്പിലും ഇരുന്ന് പഠിക്കുന്നുണ്ട്. അവിടെ ഇരുന്നുള്ള പഠിപ്പൊക്കെ രഞ്ജുമോനും ബുദ്ധിമുട്ടാവില്ലേ മോളെ? അവർ വല്ലായ്മയുടെ തിരക്കി. ഇല്ലമ്മേ, ഞാൻ പിള്ളേർക്കൊപ്പം PSC നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആ ചേട്ടൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ്. വെറുതെ ഇരിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് പഠിക്കാൻ നോക്കുന്നു. നല്ല മനുഷ്യനാണമ്മേ. അല്ലെങ്കിൽ അബിക്കൊപ്പം നമ്മളെ കൂടെ ചേർത്ത് പിടിക്കില്ലല്ലോ. എൻ്റെ വേദുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരെന്ന് ചോദിച്ചാൽ അവൾ ഒട്ടും മടിയില്ലാതെ പറയാൻ പറ്റുന്ന പേര് ആ ചേട്ടനെ ആകും. ആ ചേട്ടനെ കൂട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് അവളിപ്പോൾ ഇത്രയും സന്തോഷത്തോടെ പിടിച്ചു നിൽക്കുന്നത്. അല്പം മുൻപ് വേദുവിൻ്റെ മുഖത്ത് കണ്ട ചിരി ഓർത്തുകൊണ്ട് ആര്യ പറഞ്ഞു, അത് നീ പറഞ്ഞത് ശരിയാണ്. അവൻ നല്ല മനുഷ്യനാണ്. അവൻ മാത്രമല്ല, നിവിമോളും. അങ്ങനെയുള്ളവരെയാണല്ലോ ദൈവം കൂടുതൽ പരീക്ഷിക്കുന്നതും. അതുങ്ങൾ രണ്ടും എന്തെല്ലാം അനുഭവിച്ചു. കഴിഞ്ഞു പോയി ഓരോ കാര്യങ്ങളും ഓർത്തിരുന്ന് രാധിക പറഞ്ഞു. വൈകിട്ട് കുറച്ചേറെ സാധനങ്ങളുമായി അവിടെ വീട്ടിലേക്ക് വന്നതാണ് നിരഞ്ജനും ശാരദാമ്മയും. അങ്കിളെ, അമ്മമ്മേ. കാറിൽ നിന്നിറങ്ങിയ രണ്ടാളെയും കാണി അവരെ കാത്തുതണം ഉമ്മർത്തിരുന്ന വേദി വിളിച്ചുകൊണ്ട് ഓടി അവർക്കടുത്തേക്ക് ചെന്നു. എൻ്റെ കുഞ്ഞെ, ഇങ്ങനെ ഓടലേ, എവിടെയും തടഞ്ഞു വീഴും. അമ്മായിക്ക് മരുമൾക്ക് നടക്കാൻ അറിയില്ല. കാറ്റുപോലെ തന്നെ വന്ന് ചുറ്റിപ്പിടിച്ച ആ കുഞ്ഞി പെണ്ണേയും ചേർത്ത് പിടിച്ചുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. അയ്യോ, പറയാൻ മറന്നു, അമ്മായിക്ക് പനിയാണ്. മുറിയിൽ തന്നെ കിടപ്പാണ്. ഉച്ചയ്ക്ക് കഴിച്ചതൊക്കെ വോമിറ്റ് ചെയ്തു പോയി. വിഷമത്തോടെ വേദു പറയെ നിരഞ്ജൻ വേവരാതിയുടെ വേദുവിന്റെ കൈയും പിടിച്ച ഉമ്മറത്തേക്ക് കയറി. പിന്നാലെ തന്നെ ശാരദാമ്മയും. ആരൊക്കെയത്? കയറി വായു രണ്ടാളും. പുറത്തേക്ക് വർത്തമാനം കേട്ട് നിവിടെ മുറിയിൽ നിന്നും ഇറങ്ങി വന്ന രാധിക പുഞ്ചിരിയോടെ വിളിച്ചു. കുഞ്ഞിക്ക് എന്താ പറ്റിയത്? കയ്യിലിരുന്ന കവറുകളൊക്കെ സെറ്റിയിലേക്ക് വെച്ചിട്ട് നിരഞ്ജൻ അവരോട് തിരക്കി. അവന്റെ ശബ്ദവും നെഞ്ചുമൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മോൾക്കൊന്നുമില്ല മോനെ, ചെറിയൊരു ദേഹച്ചൂട്. കിടക്കുക. ഇവിടെ മരുന്നൊന്നും ഇരിപ്പില്ലായിരുന്നു. അഭി വാങ്ങാൻ പോയിട്ടുണ്ട്. ഈ പെണ്ണ് ഓരോന്നും പറഞ്ഞ് പേടിപ്പിച്ച രണ്ടാളെയും വേദുവിനെ നോക്കി കണ്ണൊട്ടിക്കൊണ്ട് രാധിക ചോദിച്ചു. ഏയ്, അമ്മായിക്ക് പനിയാണെന്ന് പറഞ്ഞോളൂ അവള്. അപ്പോഴും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നിരഞ്ജൻ പറഞ്ഞു. രണ്ടാളും വയൂ, നിവിമോള് കിടക്കുന്നുണ്ട്. ആരെയും മഞ്ജും ഉണ്ടവിടെ. മോള് അങ്കിളിനെയും അമ്മമ്മയും വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. ഞാൻ ഇത്തിരി ചൂടുവെള്ളം എടുത്തിട്ട് വരാം. ചിരിയോടെ ശാരദാമ്മയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞിട്ട് രാധിക അടുക്കളയിലേക്ക് പോയി. കുഞ്ഞി. ബെഡിലിരിക്കുന്ന ആര്യയുടെ മടിയിൽ തലവെച്ച് കണ്ണുകൾ അടച്ച് കിടക്കുന്നവളെ കാണി വാതിൽക്ക് നിന്ന് തന്നെ വിളിച്ചു നിരഞ്ജൻ. ഏട്ടൻ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്ന് നോക്കി നിവി. ഏട്ടാ. കുഞ്ഞി പിള്ളേരെ പോലെ കൈ നീട്ടി വിളിക്കുമ്പോൾ എന്തിനോ അവളുടെ കണ്ണൊക്കെ നിറഞ്ഞ് ചുണ്ടുകൾ വിതുമ്പിപ്പോയി. നിരഞ്ജൻ മുറിക്കുള്ളിൽ കരയതും നിവിയുടെ തല മെല്ലെ പില്ലോയിലേക്ക് മാറ്റി വെച്ചിട്ട് ആര്യ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി നിന്നു. എന്താടാ? എന്താ പെട്ടെന്നൊരു പനി? ഉച്ചയ്ക്ക് വിളിച്ചപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. അവൾക്കടുത്തേക്ക് വന്ന നിരഞ്ജൻ നിവിയെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് നെറ്റിയിൽ ചുണ്ടമർത്തിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവന്റെ കണ്ണുകളും നിറഞ്ഞു പോയിരുന്നു. അതുണ്ടല്ലേ ഏട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു പനി, അത്രേ ഉള്ളൂ. അതാ ഞാനൊന്നും പറയാഞ്ഞത്. ഇപ്പൊ ജിത്തുവേട്ടൻ മരുന്ന് വാങ്ങാൻ പോയിട്ടുണ്ട്. ഉച്ചയ്ക്ക് പനി തുടങ്ങിയപ്പോൾ തന്നെ കാതരം ചുണ്ടു ചേർത്ത് പ്രണയത്തോടെ അഭി പറഞ്ഞ കാര്യങ്ങളൊക്കെ വിക്കലോടെ പറഞ്ഞു നിവി. അഭി മരുന്ന് വാങ്ങി വരുമ്പോൾ ഹാളിലെ സെറ്റിൽ പൊടിക്കുഞ്ഞുങ്ങളെ പോലെ പൊതിഞ്ഞു പിടിച്ചിരിക്കും പോലെ നിവിയെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു വെച്ചിരിപ്പുണ്ട് നിരഞ്ജൻ. ആ അഭി, നമുക്ക് കുഞ്ഞെ ഷാരടി ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാം. മുൻപ് പനി വരുമ്പോൾ പുള്ളിയുടെ ക്ലിനിക്കിലാണ് കൊണ്ടുപോവുക. അവിടേക്ക് കൊണ്ടുപോയാലോ? ഞാൻ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല. അഭി കണ്ടതും നിരഞ്ജൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ആളിയ ഹോസ്പിറ്റലിൽ പോകാമെന്നും അന്നേരം ഒരു വിധത്തിൽ സമ്മതിച്ചില്ല. പനിയുടെ കാഠിന്യത്തിൽ ചുവന്നു പോയ ചുണ്ടും മുഖവും ഒക്കെയായി ഏട്ടന്റെ നെഞ്ചിൽ പതുങ്ങിക്കൂടിയിരിക്കുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് അഭി പറഞ്ഞു. നീ വർത്തമാനം പറഞ്ഞു നിൽക്കാതെ കൊച്ചിന് ആ മരുന്ന് അങ്ങോട്ട് കൊടുക്കാബി. കയ്യിൽ ചെറു ചൂടുവെള്ളവുമായി വന്ന രാധിക പറഞ്ഞു. എനിക്ക് ഹോസ്പിറ്റലൊന്നും പോകണ്ടേട്ടാ, ഇത് കുഞ്ഞിപ്പനിയാണ്. ഈ മരുന്ന് കഴിച്ചാൽ ഇപ്പം മാറും. മെല്ലെ പറഞ്ഞുകൊണ്ടവൾ നിരഞ്ജനെ നോക്കി. മരുന്ന് കഴിക്കും, ചൂട് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. അവളെ സെറ്റിയിലേക്ക് ഇറക്കി ഇരുത്തിക്കൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. നിവി നേർത്തൊന്ന് മൂളി. അബിയാണെങ്കിൽ അപ്പോഴും നിവിയുടെ കയ്യിൽ നിന്ന് പിടിവിടാതെ ഇരിക്കുന്ന നിരഞ്ജനെ കുറിപ്പിച്ചു നോക്കി. എന്റെ നിവിയല്ലേ എന്നൊരു കുശുമ്പോടെ നിന്നു. വൈഷ്ണവി എന്ത് തീരുമാനിച്ചു? ഇന്നിവിടെ നിന്ന് ഇറങ്ങുവല്ലേ? രാവിലെ മുകളിലേക്ക് കയറി വന്ന മുരളി യാതൊരു മുഖവരെയും ഇല്ലാതെ അവളോട് തിരക്കി. വൈഷ്ണവി മുഖം തിരിച്ച് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന പ്രവീണിനെ നോക്കി. അവനെ നോക്കിയിട്ട് കാര്യമില്ല. അവൻ നിന്നെ കൂടെ കൂട്ടിൽ നിന്ന് തീർത്തു പറഞ്ഞു കഴിഞ്ഞു. അയാളുടെ അയ്യോ പാവം പോലെയുള്ള നോട്ടവും നിൽപ്പും കാണേ ഒക്കെ ദേഷ്യത്തോടെ മുരളി പറഞ്ഞു. അങ്ങനെ പറഞ്ഞൊഴിയാൻ പ്രവിക്ക് പറ്റില്ല. ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ല ഞാനും അവനും തമ്മിലുള്ളത്. കിതച്ചുകൊണ്ടാണ് വൈഷ്ണവി പറഞ്ഞത്. വർഷത്തിന്റെ കണക്ക് പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്താമെന്നാണോ വൈഷു നീ കരുതുന്നത്? എങ്കിൽ നിനക്ക് തെറ്റി. ഈ ലോകത്ത് എന്നും എന്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്റെ ആര്യാണ്. എന്റെ സ്വഭാവം നല്ലതായതുകൊണ്ടാണ് എനിക്ക് അവളെ നഷ്ടമായത്. അവളെ നഷ്ടമായി പോയപ്പോഴാണ് അവൾ എനിക്ക് എന്തായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയത്.
ആ പുണ്യം എനിക്കിനി ഈ ജന്മം തിരികെ കിട്ടില്ല. അത് മനസ്സുകൊണ്ട് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി നീ എൻ്റെ പിന്നാലെ വരരുത്. എൻ്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ നോക്കൂ വൈഷു. അവളുടെ മുഖത്തേക്ക് നോക്കാതെ നിന്നുകൊണ്ടാണ് പ്രവീൺ പറഞ്ഞത്. ഞാൻ എങ്ങോട്ട് പോകുമെന്ന് കൂടെ പറഞ്ഞതാ പ്രവീൺ. വൈഷ്ണവി ഈ തവണ കണ്ണു നിറച്ചാണ് ചോദിച്ചത്. കുറച്ചുകൂടി എവിടെയെങ്കിലും ഒരു ജോലി നിനക്ക് തരപ്പെടുത്തി തരാൻ ശ്രമിക്കാൻ ഞാൻ. അതുവരെ നിനക്ക് കഴിയാൻ കുറച്ച് പണവും തൽക്കാലം ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലേക്ക് മാറാൻ നോക്ക്. അല്ലെങ്കിൽ നിന്റെ ഏതെങ്കിലും ഫ്രണ്ട്സിനോട് പറഞ്ഞ് എവിടെയെങ്കിലും പോയി പെയിൻ ഗസ്റ്റ് ആയിട്ട് നോക്ക്. അതിൻ്റെ ചിലവ് വേണമെങ്കിൽ മാസം മാസം ഞാൻ തരാം. വേറെ വഴിയില്ലാത്തതുപോലെ പ്രവീൺ പറഞ്ഞു. അതിലും നല്ലത് ഇനി നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നതല്ലേ പ്രവീ. എന്തായാലും ആ രീതി നിനക്കൊപ്പം വരില്ല. നമുക്ക് വയനാട്ടിലേക്ക് പോവാം. അവിടെ നമ്മളെ ആരും തിരിച്ചറിയില്ല. നിർത്തു വൈഷ്ണവി, എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. തെറ്റേ പറ്റിയിട്ടുള്ളൂ. നീയുമായി ബന്ധമുണ്ടായത് എൻ്റെ മാത്രം താല്പര്യമായിരുന്നില്ല. നിനക്കും കൂടെ ആ ബന്ധം ഇഷ്ടമുള്ളത് കൊണ്ടാണ് അതിനിയും വർഷം മുന്നോട്ട് പോയത്. ഇപ്പോൾ എനിക്ക് ആ ജീവിതത്തോട് വെറുപ്പാണ്. ഇനി എനിക്കത് തുടരാൻ താല്പര്യമില്ല. ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ പിന്നാലെ വരാൻ ശ്രമിക്കരുത്. കടുത്ത മുഖത്തോടെ പറഞ്ഞിട്ട് മുറിയിൽ കയറി വാതിൽ വലിച്ചടച്ചു പ്രവീൺ. ഇല്ല പ്രവീ, എന്നെ വിട്ടു പോകാമെന്ന് നീ കരുതണ്ട. സമ്മതിക്കില്ല ഞാൻ. ആ അടഞ്ഞ വാതിൽ നിന്ന് ആഞ്ഞു ചവിട്ടി ദേഷ്യത്തോടെ പറഞ്ഞു വൈഷ്ണവി. അവളുടെ ഭാവം നോക്കിയിരുന്ന മുരളി എപ്പോഴൊക്കെ അവളുടെ ശരീരത്തോട് തോന്നിയ അഭിനിവേശം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയത്.